നമസ്കാരം. 24 എല്ലാ പ്രേക്ഷകർക്കും ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ഇന്ത്യൻ ഗവൺമെന്റ് സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകൾ സൗദി നയതന്ത്ര കാര്യാലയങ്ങൾ വീണ്ടും അറ്റസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് മുംബൈ കോൺസുലേറ്റ്. ഇതോടെ പ്രൊഫഷണൽ വിസ സ്റ്റാമ്പിംഗ് ഉൾപ്പെടെ നടപടിക്രമങ്ങൾ വേഗത്തിലാകും. സൗദിയിൽ ഇന്ത്യക്കാർ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ നോട്ടറിയും ആഭ്യന്തര മന്ത്രാലയവും അറ്റസ്റ്റ് ചെയ്തതിനു ശേഷം ഇന്ത്യയിലെ സൗദി നയതന്ത്ര കാര്യാലയങ്ങൾ സാക്ഷ്യപ്പെടുത്തണം എന്നായിരുന്നു ചട്ടം. ഇത് ആവശ്യമില്ലെന്ന് മുംബൈയിലെ സൗദി കോൺസുലേറ്റ് അറിയിച്ചു. മറ്റൊരു രാജ്യത്ത് ഉപയോഗിക്കുന്നതിന് ഒരു പ്രമാണം സാക്ഷ്യപ്പെടുത്തുന്നത് സംബന്ധിച്ച ഹേഗ് കൺവെൻഷനിൽ ഒപ്പുവെച്ച കരാർ പ്രകാരമാണ് നടപടി. ഇന്ത്യയും സൗദിയും ഹേഗ് കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് വീണ്ടും സാക്ഷ്യപ്പെടുത്തൽ ആവശ്യമില്ലെന്ന് കോൺസുലേറ്റ് വ്യക്തമാക്കിയത്. വിദ്യാഭ്യാസ യോഗ്യതകൾ, കോടതി ഉത്തരവുകൾ, ജനന മരണ സർട്ടിഫിക്കറ്റുകൾ എന്നിവയെല്ലാം വീണ്ടും അറ്റസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രൊഫഷണൽ വിസ സ്റ്റാമ്പ് ചെയ്യുന്നതിന് ഇന്ത്യൻ അധികൃതർ അറ്റസ്റ്റ് ചെയ്ത രേഖകൾ സൗദിയിലെ നയതന്ത്ര കാര്യാലയങ്ങൾ അറ്റസ്റ്റ് ചെയ്യുന്നതിന് യൂണിവേഴ്സിറ്റികളിലേക്ക് അയക്കും. ഇതിന് കാലതാമസം നേരിട്ടിരുന്നു. പുതിയ തീരുമാനം വന്നതോടെ വിസ സ്റ്റാമ്പിംഗ് വേഗത്തിലാകും. നസ്രുദ്ദീൻ വിജയ്, 24, റിയാദ്. രാജ്യത്തെ തൊഴിൽ രംഗത്തെ സ്ത്രീകളുടെ പങ്കാളിത്തം 37% എത്തിയതായി സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രി എൻജിനീയറിംഗ് അഹമ്മദ് ബിൻ സുലൈമാൻ അൽ റാജ്ഹി പറഞ്ഞു. രാജ്യത്തെ തൊഴിൽ രംഗത്തെ സ്ത്രീകളുടെ പങ്കാളിത്തം 37%-ലെത്തിയതായാണ് സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രി എഞ്ചിനീയർ അഹമ്മദ് ബിൻ സുലൈമാൻ അൽ റാജി വ്യക്തമാക്കിയത്. 22 ലക്ഷം സൗദി പൌരന്മാരാണ് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നത്. ഇത് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കാണെന്നും 5.5 ലക്ഷത്തിലധികം പൌരന്മാർക്ക് പുതുതായി ജോലി നൽകാനായെന്നും 12ാമത് സോഷ്യൽ ഡയലോഗ് ഫോറത്തിൽ മന്ത്രി പറഞ്ഞു. സ്വദേശീവൽക്കരണവുമായി ബന്ധപ്പെട്ട മന്ത്രാലയ തീരുമാനങ്ങളോടും സംവിധാനങ്ങളോടും രാജ്യത്തെ സ്വകാര്യ സ്ഥാപനങ്ങൾക്കുള്ള പ്രതിബദ്ധത 98% ഉയർന്നു. വേതന സംരക്ഷണ പദ്ധതിയോടുള്ള പ്രതിബദ്ധത 80%. 38 ലക്ഷം തൊഴിൽ കരാറുകൾ മന്ത്രാലയത്തിൽ ഇതിനകം രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. തൊഴിൽ തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കുന്നത് 74% വർദ്ധിച്ചുവെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഇതെല്ലാം തൊഴിൽ അന്തരീക്ഷം പ്രദാനം ചെയ്യാനും ദേശീയ സമ്പൽ വ്യവസ്ഥയെ സഹായിക്കാനും ഉതകുമെന്നും മന്ത്രി പറഞ്ഞു. സുബൈറുദ്ദീൻ, 24, ദമാ. മലപ്പുറം എടപ്പാളിൽ വൻ നിരോധിത പുകയില വേട്ട. 2 ലോറിയിലായി കടത്തിയ 3 ലക്ഷം പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. എക്സൈസ് ഉത്തരമേഖലാ കമ്മീഷണർ സ്ക്വാഡിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ബിസ്ക്കറ്റ് ഗോഡൌണിന്റെ മറവിലായിരുന്നു പ്രതികൾ പുകയില എത്തിച്ചത്. കേരളത്തിലെ ഏറ്റവും വലിയ നിരോധിത പുകയില വേട്ടയെന്ന് എക്സൈസ്. വിവിധ ഭാഗങ്ങളിലേക്ക് എടപ്പാളിൽ പുകയില ഉൽപ്പന്നങ്ങൾ എത്തിച്ച് സപ്ലൈ ചെയ്യുന്നതായിട്ട് 2 മാസത്തോളമായിട്ട് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നേ ദിവസം മലപ്പുറം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർക്ക് വട്ടംകുളം ദേശത്ത് ഒരു ഗോഡൌണിന് സമീപം പുകയില ഉൽപ്പന്നങ്ങൾ എത്തിച്ചിട്ടുണ്ടെന്ന് വിവരം ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോയും എക്സൈസ് കമ്മീഷണറുടെ സ്ക്വാഡും അതുപോലെ പൊന്നാനി എക്സൈസ് സർക്കിൾ പാർട്ടിയും സംയുക്തമായി ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പുകയില ഉൽപ്പന്ന വേട്ട നടന്നത്. അത് എക്സൈസ് കമ്മീഷണറുടെ ആന്റി ടുബാക്കോ ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കണ്ടെത്തിയത്. ഏകദേശം 3 ലക്ഷത്തോളം പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങളാണ് കണ്ടെത്തിയത്. അതിന് വിപണിയിൽ ഏകദേശം 1.5 കോടിയോളം രൂപ വരും. ഇത് എവിടേക്കാണ് കൊണ്ടുപോകുന്നത്, ഇതിന്റെ പുറകിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഉടനെ തന്നെ ഇതിന്റെ വലയിലാവുന്നതാണ്. 3 പേരെ നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ അവരെ നമ്മൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവരെ തുടർ നടപടിക്കായിട്ട് നമ്മൾ പോലീസിന് കൈമാറുന്നതായിരിക്കും. വിശദാംശങ്ങളുമായി മുബഷീർ പി അക്ബർ ചേരുകയാണ് മലപ്പുറത്ത് നിന്ന്. മുബഷീർ, 1.5 കോടി രൂപ വിപണിയിൽ വരുന്ന പുകയില ഉൽപ്പന്നങ്ങളാണ് മലപ്പുറത്ത് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇത് ആദ്യ സംഭവമാകാൻ വഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ എവിടേക്കാണ് ഈ ഉൽപ്പന്നങ്ങൾ പോയിരുന്നതെന്നും സമാന സംഭവങ്ങൾ മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്നതിലും വിശദാംശങ്ങൾ ലഭ്യമാണോ? കേരളത്തിലെ ഏറ്റവും വലിയ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വേട്ടയാണ് അല്പസമയം മുമ്പ് മലപ്പുറം എടപ്പാളിൽ നടത്തിയത്. 3 ലക്ഷം പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. എക്സൈസ് ഉത്തരമേഖലാ കമ്മീഷണർ സ്ക്വാഡിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ബിസ്ക്കറ്റ് ഗോഡൌണിന്റെ മറവിലായിരുന്നു പ്രതികൾ പുകയില
എത്തിച്ചത്. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മുബഷീർ പി അക്ബർ ചേരുകയാണ് മലപ്പുറത്ത് നിന്ന്. മുബഷീർ, മുൻപും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ. 1.5 കോടി രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണല്ലോ ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. ഇത് എവിടെ വിതരണം ചെയ്യാനായിരുന്നു? മറ്റ് വിശദാംശങ്ങളൊക്കെ ഇപ്പോൾ ലഭ്യമാണോ? ക്രിസ്റ്റീന, സംസ്ഥാനത്തിനകത്തും പുറത്തും വിവിധ മേഖലകളിൽ വിതരണം ചെയ്യുന്നതിനു വേണ്ടിയാണ് ഈ ഒരു നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ മലപ്പുറം എടപ്പാൾ വട്ടക്കുളത്ത് എത്തിച്ചിരുന്നത് എന്നാണ് നമുക്ക് എക്സൈസിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ നിരോധിത പുകയില വേട്ടയാണ് എടപ്പാൾ വട്ടക്കുളത്ത് നടന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് എക്സൈസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാത്രി ഏകദേശം 10 മണിയോടുകൂടിയായിരുന്നു ഈ ഒരു സംഭവം. 2 ട്രക്കിലായി കടത്തിയ 3.5 ലക്ഷം നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് ഈ ഒരു എക്സൈസ് സംഘം പിടികൂടിയിരിക്കുന്നത്. ഇതിൽ ഈ ഒരു പദാർത്ഥങ്ങളായ ഹാൻസ്, അതുപോലെ തന്നെ കൂളിപ്പ്, ശംഭു ഉൾപ്പെടെ 1.5 കോടിയോളം രൂപയുടെ പുകയില ഉൽപ്പന്നങ്ങൾ എക്സൈസ് കണ്ടെടുക്കുകയുണ്ടായി. എക്സൈസ് ഉത്തരമേഖലാ കമ്മീഷണർ സ്ക്വാഡിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പരിശോധനയും ഈ ഒരു വസ്തുക്കൾ പിടികൂടിയിരിക്കുന്നത്. ഈ ഒരു സംഭവമായി പ്രധാനമായും ഈ 3 വ്യക്തികളെയാണ് പിടികൂടിയിരിക്കുന്നത്. പട്ടാമ്പി, ഞാങ്ങട്ടീരി, കുരിപ്പറമ്പിൽ രമേശ്, അതുപോലെ തന്നെ വല്ലപ്പുഴ കാളപ്പറമ്പിൽ അലി, തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി കിഴക്കുംകര ഷമീർ എന്നിവരെയാണ് നിലവിൽ എക്സൈസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നതിലടക്കം കൃത്യമായ ഒരു അന്വേഷണം നടത്തി വരികയാണെന്നാണ് എക്സൈസ് അറിയിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു എടപ്പാൾ വട്ടംകുളത്തെ ഗോഡൌണിലേക്കായിരുന്നു ഇത്തരത്തിൽ പുകയില ഉൽപ്പന്നങ്ങൾ എത്തിച്ചിരുന്നത്. ബിസ്ക്കറ്റ് ഗോഡൌൺ എന്ന പേരിലായിരുന്നു ഒരു ഗോഡൌൺ വട്ടംകുളത്ത് പ്രവർത്തിച്ചിരുന്നതെന്നാണ് നമുക്ക് എക്സൈസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബിസ്ക്കറ്റ് ഗോഡൌണിന്റെ മറവിലായിരുന്നു ഈ ഒരു വട്ടംകുളത്ത് ഇത്തരത്തിൽ പുകയില ഉൽപ്പന്നങ്ങൾ വ്യാപകമായി എത്തിച്ചിരുന്നതെന്നും കഴിഞ്ഞ ദിവസം ലഭിച്ച ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു പരിശോധനയിലാണ് ഇത്തരത്തിൽ ഒരു വൻ പുകയില ഉൽപ്പന്നങ്ങളുടെ ശേഖരം തന്നെ എക്സൈസ് പിടികൂടിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഗോഡൌൺ ഉടമ വെളിയംകോട് സ്വദേശി ഷൗക്കത്തിനെ നിലവിൽ പിടികൂടിയിട്ടില്ല. അദ്ദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയതായി എക്സൈസ് അറിയിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു സംഭവം ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഒരു പക്ഷേ ഈ ഒരു സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ നിരോധിത പുകയില വേട്ടയായി തന്നെ ഇതിനെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും. ക്രിസ്റ്റീന, ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മുബഷീർ പി അക്ബർ മലപ്പുറത്ത് നിന്ന്. സൗദി യമൻ അതിർത്തിയിൽ മയക്കുമരുന്ന് ശേഖരം പിടികൂടി 81 കിലോഗ്രാം കഞ്ചാവ് ഉൾപ്പെടെയുള്ള മയക്കുമരുന്നാണ് പിടിച്ചെടുത്തതെന്ന് ടാക്സ് ആൻഡ് കസ്റ്റംസ് അതോറിറ്റി വ്യക്തമാക്കി. നെജ്റാനിലെ അൽവാദിയ തുറമുഖത്ത് കസ്റ്റംസ് പരിശോധനയ്ക്കിടെയാണ് 81 കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തത്. ആഡംബര SUV കാറിന്റെ മേൽക്കൂരയിൽ പ്രത്യേകം തയ്യാറാക്കിയ അറയിൽ നിന്നാണ് കഞ്ചാവ് ശേഖരം പിടിച്ചെടുത്തതെന്ന് സക്കാത്ത് ടാക്സ് ആൻഡ് കസ്റ്റംസ് അതോറിറ്റി അറിയിച്ചു. സൗദിയുടെ വിവിധ അതിർത്തികൾ വഴി മയക്കുമരുന്ന് കടത്താനുള്ള ശ്രമം അടുത്തിടെ വർദ്ധിച്ചിരുന്നു. അതിനെതിരെ കൂടുതൽ ജാഗ്രത പാലിക്കുന്നതിന് പ്രത്യേക ദൗത്യസംഘത്തെ വിന്യസിച്ചിട്ടുണ്ട്. ആധുനിക പരിശോധനാ സംവിധാനങ്ങൾക്ക് പുറമെ ഡോഗ് സ്ക്വാഡിനെയും ഉപയോഗിച്ചാണ് ഒളിച്ചു കടത്തുന്ന മയക്കുമരുന്നുകളും ലഹരി ഗുളികകളും കണ്ടെത്തുന്നത്. സൗദി നാർക്കോട്ടിക് കൺട്രോൾ ജനറൽ ഡയറക്ടറേറ്റുമായി സഹകരിച്ച മയക്കുമരുന്ന് സംഘത്തെ അറസ്റ്റ് ചെയ്തു. നസ്രുദ്ദീൻ വിജയ്, 24, റിയാദ്. പരിസ്ഥിതി സംരക്ഷണത്തിൽ ലോകത്തിന് മാതൃകയാകാവുന്ന പ്രവർത്തനങ്ങളാണ് UAEയിൽ നടക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരിസ്ഥിതി സംരക്ഷണത്തിൽ പ്രയോജനപ്പെടുത്തി മുന്നേറ്റം സാധ്യമാക്കുന്ന കാഴ്ചകളാണ് ഇങ്ങും കാണുന്നത്. പരിസ്ഥിതിയുടെ സംരക്ഷണത്തിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് UAEയിലെങ്ങും നടക്കുന്നത്. രാജ്യം മുഴുവൻ ഹരിതവൽക്കരണ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുകയാണ്. സാങ്കേതിക വിദ്യകളുടെ പുത്തൻ സാധ്യതകളും ഇതിനായി രാജ്യം ഉപയോഗപ്പെടുത്താറുണ്ട്. ഇത്തരത്തിൽ അബുദാബി എമിറേറ്റിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് 10 ലക്ഷം കണ്ടൽ വിത്തുകളാണ് നട്ടത്. അബുദാബി പരിസ്ഥിതി ഏജൻസിയുടെ നേതൃത്വത്തിലായിരുന്നു ഡ്രോണുകൾ ഉപയോഗിച്ച് കണ്ടൽ വിത്തുകൾ വിതച്ചത്. 2020 ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ വിത്ത് വിതയ്ക്കലിൽ 48% വിജയം കണ്ടതോടെയാണ് കൂടുതൽ മേഖലകളിൽ 10 ലക്ഷം കണ്ടൽ തൈകൾ വെച്ചുപിടിപ്പിക്കുക എന്ന തീരുമാനം അധികൃതർ കൈക്കൊണ്ടത്. 10 വർഷത്തിനിടെ അബുദാബിയിൽ 15 ലക്ഷത്തിലേറെ കണ്ടൽ മരങ്ങളാണ് വെച്ചുപിടിപ്പിച്ചത്. ഇതിനിടെ ഷാർജയിൽ മലിഹയിലെ ഗോതമ്പ് പാടത്ത് ഷാർജ ഭരണാധികാരി കഴിഞ്ഞ ദിവസം സന്ദർശനം നടത്തി. വരും വർഷങ്ങളിൽ വിവിധ മേഖലകളിലേക്ക് ഗോതമ്പ് കൃഷി വ്യാപിപ്പിക്കാനുള്ള പദ്ധതികളെക്കുറിച്ചും പരീക്ഷണങ്ങളെക്കുറിച്ചും ഷെയ്ഖ് സുൽത്താൻ വിശദീകരിച്ചു. ഭക്ഷ്യസുരക്ഷ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് 2025ഓടെ 1400 ഹെക്ടർ സ്ഥലത്തേക്ക് കൃഷി വ്യാപിപ്പിക്കാനാണ് ഷാർജ സർക്കാരിന്റെ ലക്ഷ്യം. ദുബായിലും പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിരവധി പദ്ധതികൾ പുരോഗമിക്കുകയാണ്. 24, ദുബായ്. കോഴിക്കോട് വിമാനത്താവളത്തിൽ റൺവേ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി സർവീസുകൾ പുനഃക്രമീകരിക്കുന്നതിനാൽ കുവൈത്തിൽ നിന്ന് കരിപ്പൂരിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസിൽ സമയമാറ്റം.
പുതിയ ക്രമീകരണ പ്രകാരം ഈ വിമാനം കോഴിക്കോട് നിന്നുള്ള പുറപ്പെടൽ സമയം കാലത്ത് 9:50 പുനഃക്രമീകരിച്ചതായി അധികൃതർ അറിയിച്ചു. ആഴ്ചയിൽ 3 ദിവസം കാലത്ത് 9:50 ബാക്കി ദിവസം കാലത്ത് 8:10 വിമാനം കോഴിക്കോട് നിന്നും പുറപ്പെടുക എന്നും അധികൃതർ വ്യക്തമാക്കി. ഇൻകാസ് അലൈൻ സ്പോർട്സ് വിങ്ങിന്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. മഖാം ഇക്വസ്ട്രിയൻ സ്റ്റേഡിയത്തിൽ നടന്ന ഇൻകാസ് ചാമ്പ്യൻസ് ട്രോഫി 2023 ടൂർണമെന്റിൽ UAE-യിലെ 16 ടീമുകൾ പങ്കെടുത്തു. രാത്രി 8 മണിക്ക് തുടങ്ങിയ ചടങ്ങിന്റെ ഉദ്ഘാടനം ലുലു ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ഷാജി ജമാലുദ്ദീൻ നിർവഹിച്ചു. അലൈൻ സോഷ്യൽ സെന്റർ പ്രസിഡന്റ് മുബാറക് മുസ്തഫ ആദ്യ കിക്ക് ഓഫ് നടത്തി. ഇൻകാസ് സ്റ്റേറ്റ് കമ്മിറ്റി പ്രസിഡന്റ് ഫൈസൽ അഹാനി അധ്യക്ഷനായിരുന്നു. കുവൈത്തിൽ വാഹനങ്ങളിൽ ഡെലിവറി സേവനം നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിബന്ധനകൾ നടപ്പിലാക്കുന്നതിന് നിശ്ചയിച്ച സമയപരിധി അവസാനിച്ചതായി ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഇതേ തുടർന്ന് തീരുമാനം നടപ്പിലാക്കാൻ ആരംഭിച്ചതായും മന്ത്രാലയത്തിലെ ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. ഡെലിവറി വാഹന ഡ്രൈവർ ഹെൽമറ്റ്, സ്ഥാപനത്തിന്റെ യൂണിഫോം എന്നിവ ധരിക്കുക, സ്ഥാപനത്തിന്റെ സ്റ്റിക്കർ പതിക്കുക, തൊഴിലാളിയുടെ താമസരേഖ അതേ കമ്പനിയിലായിരിക്കുക മുതലായവയാണ് പുതുതായി ഏർപ്പെടുത്തിയ നിബന്ധനകളെന്നും മന്ത്രാലയ അധികൃതർ വ്യക്തമാക്കി. ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ശബരിമല വാർത്തകളിലേക്കാണ്. ശരണം സന്നിധാനം. അയ്യപ്പ ഭക്തർക്ക് ദർശന പുണ്യമായി മകരവിളക്ക്. ലക്ഷക്കണക്കിന് ഭക്തരാണ് സന്നിധാനത്തും പമ്പയിലും പുൽമേട്ടിലും നിലയ്ക്കലിലുമായി മകരവിളക്ക് ദർശിച്ചത്. മാസങ്ങൾ നീണ്ട കഠിന വ്രതമെടുത്തെത്തിയ അയ്യപ്പ ഭക്തർക്ക് ദർശന സായുജ്യമായിരുന്നു പൊന്നമ്പലമേട്ടിൽ തെളിഞ്ഞ മകരവിളക്ക്. തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയ്ക്കു ശേഷം മകരവിളക്ക് തെളിഞ്ഞപ്പോൾ ശബരിമല സന്നിധാനവും പരിസരവും ശരണമന്ത്രങ്ങളാൽ മുഖരിതമായി. വൻ ഭക്തജന തിരക്കാണ് സന്നിധാനത്തും പരിസരത്തുമുണ്ടായത്. തിരക്ക് വർദ്ധിച്ചതോടെ മല ചവിട്ടുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. പരമ്പരാഗത പാതയിലൂടെ ശരംകുത്തിയിലെത്തിയ തിരുവാഭരണ ഘോഷയാത്രയെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ആചാരപരമായി സ്വീകരിച്ചു. സന്നിധാനത്തെത്തിയ പേടകത്തെ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന്റെയും ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനന്തഗോപന്റെയും നേതൃത്വത്തിൽ സ്വീകരിച്ചു. തന്ത്രി കണ്ഠരര് രാജീവര്, മേൽശാന്തി ജയരാമൻ നമ്പൂതിരി എന്നിവർ തിരുവാഭരണം ഏറ്റുവാങ്ങി ശ്രീകോവിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് തിരുവാഭരണം അണിയിച്ചായിരുന്നു ദീപാരാധന. 8:45 മകരസംക്രമ പൂജ നടന്നു. മടങ്ങിപ്പോകുന്ന ഭക്തരുടെ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് പ്രത്യേകം ക്രമീകരണം ഏർപ്പെടുത്തിയിരുന്നു. സന്നിധാനത്തും പാണ്ടിത്താവളത്തും ഇടവഴികളിലുമൊക്കെ പർണശാലകൾ കെട്ടിക്കാത്തിരുന്ന അയ്യപ്പ ഭക്തർക്കിത് ദർശന പുണ്യം. ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ നിറഞ്ഞ സംതൃപ്തിയോടെ അയ്യപ്പ ഭക്തർ മലയിറങ്ങി തുടങ്ങി. ക്യാമറാമാൻ ജിനുവസ് രാജിനൊപ്പം VA ഗിരീഷ്, 24 സന്നിധാനം. നാടിനെ വിറപ്പിച്ച കടുവ വലയിലായി. വയനാട് മാനന്തവാടി പുതുശ്ശേരിയിൽ കർഷകന്റെ ജീവനെടുത്ത കടുവയെ പിടികൂടി. പടിഞ്ഞാറത്തറ നടമ്മലിലെ ജനവാസ കേന്ദ്രത്തിൽ നിന്നാണ് കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടിയത്. ദുഷ്കരമായ ദൌത്യത്തിനൊടുവിൽ കടുവയെ ബത്തേരിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിൽ എത്തിച്ചു. പുതുശ്ശേരിയിൽ രാവിലെ മുതൽ വനംവകുപ്പ് സംഘം തെരച്ചിൽ തുടങ്ങി. കടുവ കാട് കയറിയിട്ടുണ്ടാകില്ലെന്ന് ഉറപ്പിച്ചു. അതിനിടെ 20 കിലോമീറ്റർ മാറി നടമലിൽ കടുവാ സാന്നിധ്യം സ്ഥിരീകരിച്ചു. RRTയും മയക്കുവെടി സംഘവും കടുവയെ വളഞ്ഞു. പിന്നാലെ മയക്കുവെടി വെച്ച് വാഹനത്തിലേക്ക് മാറ്റി. പുതുശ്ശേരിയിൽ കർഷകന്റെ ജീവനെടുത്ത കടുവയാണ് പിടിയിലായതെന്ന് വനംവകുപ്പ് സംഘം സ്ഥിരീകരിച്ചു. അതെ പക്മാർക്ക് ആദ്യം തന്നെ നമുക്ക് കിട്ടിയിരുന്നു. പക്മാർക്ക് 2 സ്ഥലത്തുനിന്നും ഒരേ സൈസിലുള്ള പക്മാർക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു അസംഷനിലേക്ക് എത്തിയിരിക്കുന്നത്. അവിടെ നിന്നുള്ള ദൂരവും ആ ഒരു ഭാഗത്ത് ഉള്ള ദൂരവും ഇന്നലെ പക്മാർക്കിന്റെ കയറിപ്പോയ ഡയറക്ഷനും ഒക്കെ ഏകദേശം സാമ്യമായിട്ടായിരുന്നു വന്നിരുന്നത്. 10 വയസ്സാണെന്നാണ് പ്രാഥമികമായിട്ട് കണ്ടതിൽ ഡോക്ടർ അറിയിച്ചിരിക്കുന്നത്. 10 വയസ്സാണ്. 10 വയസ്സുള്ള മെയിലാണെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 10 വയസ്സ് പ്രായമുള്ള ആൺകടുവയെ മെഡിക്കൽ സംഘം വിശദമായി പരിശോധിക്കും. അതേസമയം കടുവാ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട തോമസിന്റെ മൃതദേഹം സംസ്കരിച്ചു. പുതുശ്ശേരി സെന്റ് തോമസ് ദേവാലയത്തിലായിരുന്നു ചടങ്ങുകൾ. 24 വയനാട്. 3 നാൾ നീണ്ട കടുവാ ഭീതിക്ക് അറുതിയായതിന്റെ ആശ്വാസത്തിലാണ് വനപാലകരും പ്രദേശവാസികളും. ഒരു നാടിനെ ആകെ മുൾമുനയിൽ നിർത്തിയ ദൌത്യം വനപാലകരെ സംബന്ധിച്ച് ദുഷ്കരമായിരുന്നു. വനം വകുപ്പ് ജീവനക്കാർക്ക് നേരെ പ്രതിഷേധത്തിനൊടുവിൽ പ്രശംസയെത്തുന്ന കാഴ്ചയ്ക്കും ഇന്ന് വയനാട് സാക്ഷ്യം വഹിച്ചു. പുതുശ്ശേരിയിൽ ആക്രമണം നടത്തിയ കടുവയെ കണ്ടെത്താൻ വനപാലകർ രാവിലെ തന്നെ തെരച്ചിൽ ആരംഭിച്ചു. കാര്യമായ പുരോഗതിയില്ലാതെ ദൌത്യം നടക്കുന്നതിനിടെ
പടിഞ്ഞാറത്തറ നടമലിൽ നിന്ന് ആശങ്ക നിറഞ്ഞ വിവരമെത്തി. കടുവ കർഷകനെ ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നും വാഴത്തോട്ടത്തിൽ പതിയിരിക്കുന്നുവെന്നുമായിരുന്നു അത്. പോലീസും വനവകുപ്പും പ്രദേശം വളഞ്ഞു. മണിക്കൂറുകൾ നീണ്ട ചടുലതയാർന്ന ഓപ്പറേഷൻ. ജനവാസ മേഖലയിൽ ആളുകൾ തിങ്ങി നിറഞ്ഞു. ദൗത്യം വേഗത്തിലാക്കാൻ വനപാലകർക്ക് കഴിയുന്നില്ലെന്ന് പരിഭവിച്ചു. അതിനിടെ 12:30യോടെ കടുവയ്ക്ക് മയക്കുവെടി കൊണ്ടു. വെടികൊണ്ട കടുവ വീണ്ടും ജനവാസ മേഖലയിലേക്ക്. പിന്നാലെ റോഡരികിൽ ഒരു വീടിന്റെ പരിസരത്ത് കടുവയെ കണ്ടെത്തി. മിനിറ്റുകൾ നീണ്ട നിരീക്ഷണത്തിനൊടുവിൽ കടുവയെ വലയിലാക്കി വനംവകുപ്പ്. നിറഞ്ഞ കയ്യടി. നിങ്ങളുടെ ഭാഗത്തുനിന്ന് പൂർണ്ണമായിട്ട് സഹകരിച്ചുണ്ടായിട്ടുണ്ട്. താൽക്കാലിക ആശ്വാസം എന്ന് പറയാം. അപ്പോഴും പൊന്മുടിക്കോട്ടയും പൂമലയും പിലാക്കാവുമെല്ലാം കടുവാഭീതിയിൽ തന്നെ തുടരുന്നു എന്നതാണ് വയനാട് ജില്ലയിൽ മറ്റിടങ്ങളിലെ കാഴ്ച. ക്യാമറാമാൻ വിജിത് ഊർക്കടവിനൊപ്പം ദീപക് മലയമ്മ, 24 വയനാട്. വയനാട് മാനന്തവാടി പിലാക്കാവ് മണിയൻകുന്നിൽ വന്യമൃഗം പശുവിനെ ആക്രമിച്ചു കൊന്നു. നടുത്തൊട്ടിയിൽ ദിവാകരന്റെ 2 വയസ്സ് പ്രായമുള്ള പശുവിനെയാണ് കൊന്നത്. കടുവയാണ് ആക്രമിച്ചതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വനംവകുപ്പ് സംഘം പരിശോധന ആരംഭിച്ചു. ആലപ്പുഴ CPIMൽ വീണ്ടും അച്ചടക്ക നടപടി. സ്ത്രീകളുടെ അശ്ലീല ദൃശ്യങ്ങൾ പകർത്തി സൂക്ഷിച്ച ആലപ്പുഴ സൗത്ത് ഏരിയ കമ്മിറ്റി അംഗം AP സോണയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. പാർട്ടി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. പാർട്ടി സഹപ്രവർത്തകർ ഉൾപ്പെടെ 30ഓളം സ്ത്രീകളുടെ അശ്ലീല ദൃശ്യങ്ങൾ പകർത്തി സൂക്ഷിച്ചതിനാണ് ആലപ്പുഴ സൗത്ത് ഏരിയ കമ്മിറ്റി അംഗം AP സോണയെ CPIM പുറത്താക്കിയത്. സോണയ്ക്കെതിരെ 2 മാസം മുൻപ് പാർട്ടിക്ക് പരാതി ലഭിച്ചെങ്കിലും ഔദ്യോഗിക പക്ഷത്തിന്റെ പിന്തുണ ഉള്ളതിനാൽ ആദ്യം പരാതി പരിഗണിച്ചില്ല. പിന്നീട് മാധ്യമങ്ങളിൽ വാർത്തയായതോടെ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ A മഹീന്ദ്രൻ, G രാജമ്മ എന്നിവരടങ്ങിയ കമ്മീഷൻ സോണ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. ഇയാളെ പുറത്താക്കണമെന്ന് സെക്രട്ടേറിയറ്റിൽ ഭൂരിപക്ഷ അഭിപ്രായമുയർന്നു. എന്നാൽ ജില്ലാ സെക്രട്ടേറിയറ്റിലെ ചില നേതാക്കൾ അവസാന നിമിഷവും സോണയെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുവെന്ന് പറയുന്നതല്ലാതെ ദൃശ്യങ്ങളുണ്ടോ എന്നും അവർ ചോദിച്ചു. പിന്നീട് പാർട്ടി ഓഫീസിലെ കമ്പ്യൂട്ടറിൽ ദൃശ്യങ്ങൾ കണ്ട് ബോധ്യപ്പെട്ട ശേഷമാണ് അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയത്. ഷാനവാസിനെ പുറത്താക്കണമെന്ന ആവശ്യം ജില്ലാ സെക്രട്ടേറിയറ്റ് തള്ളിയതും സോണയെ പുറത്താക്കിയതും ഔദ്യോഗിക പക്ഷത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ്. വിഷ്ണു സുരേഷ്, 24 ആലപ്പുഴ. കുട്ടനാട്ടിലെ വിഭാഗീയതയിൽ CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസറിനെതിരെ സെക്രട്ടേറിയറ്റിൽ വിമർശനം. കുട്ടനാട്ടിലെ CPIM പ്രവർത്തകരുടെ പരാതികൾ കൈകാര്യം ചെയ്തതിൽ വീഴ്ചയെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആരോപിച്ചു. പരാതി നൽകിയവരെ അധിക്ഷേപിച്ചുവെന്നും പരാതികൾ ഗൌരവത്തോടെ കണ്ടില്ലെന്നും മനു C പുളിക്കൽ, KH ബാബുജാൻ, H സലാം എന്നിവർ വിമർശിച്ചു. പോകേണ്ടവർ പുറത്തുപോകട്ടെ എന്ന നിലപാട് പാടില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി. ലഹരിക്കടത്ത് കേസിൽ ആരോപണ വിധേയനായ ഷാനവാസിനെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കണമെന്നും മന്ത്രി സജി ചെറിയാൻ ആവശ്യപ്പെട്ടു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ നേതൃത്വത്തിലായിരുന്നു യോഗം ചേർന്നത്. ജോഷിമഠ് നഗരത്തിലെ 2 ഹോട്ടലുകളിൽ കൂടി വിള്ളൽ കണ്ടെത്തി. ISRO റിപ്പോർട്ട് ഉയർത്തിയ ആശങ്കയുടെ പശ്ചാത്തലത്തിൽ പരസ്യ പ്രതികരണങ്ങളിൽ നിന്നും സർക്കാർ ഏജൻസികളെ വിലക്കി. മണ്ണിടിച്ചിലിൽ NTPCക്ക് പങ്കില്ലെന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിച്ചു. എന്നാൽ NTPCയുടെ പങ്കിനെക്കുറിച്ച് പരിശോധിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. താഴ്വരയിലെ വീടുകൾ മുഴുവൻ വിജനമായി കഴിഞ്ഞു. നഗരത്തിലെ കടകൾക്കും ഓരോന്നായി ഷട്ടറുകൾ വീഴുകയാണ്. കുടുംബങ്ങളെ ഇതുവരെ മാറ്റിപ്പാർപ്പിച്ചു. 760 വീടുകളിൽ വിള്ളൽ കണ്ടെത്തി. 147 വീടുകൾ അതീവ അപകടാവസ്ഥയിലാണ്. കെട്ടിടങ്ങളിലുണ്ടായ വിള്ളലുകൾ ഗുരുതരമെന്നും കൂടുതൽ ഭൂമി ഇടിഞ്ഞു താഴാൻ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അതിവേഗം ഭൂമിയിടിയുന്ന ജോഷിമഠ് നഗരം മുഴുവൻ ഇടിഞ്ഞു താഴാൻ സാധ്യതയെന്ന ISRO റിപ്പോർട്ട് ജനങ്ങളിൽ ഭീതി പടർത്തിയ പശ്ചാത്തലത്തിൽ പരസ്യ പ്രതികരണങ്ങളിൽ നിന്നും സർക്കാർ ഏജൻസികളെ വിലക്കി. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയാണ് വിലക്കിയത്. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ സൈറ്റിൽ നിന്നും റിപ്പോർട്ട് നേരത്തെ നീക്കിയിരുന്നു. NTPCയുടെ തുരങ്ക നിർമ്മാണമല്ല ഭൂമിയിടിയാൻ കാരണമെന്ന് കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയ കത്തിൽ പറയുന്നു. എന്നാൽ ദുരന്തത്തിൽ NTPCയുടെ പങ്കുൾപ്പെടെ അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. പുനരധിവാസത്തിനായി ജോഷിമഠിന് സമീപം 5 സ്ഥലങ്ങൾ കണ്ടെത്തി. വിമർശനങ്ങൾ ഒഴിവാക്കാനായി ദുരിതാശ്വാസ ക്യാമ്പുകളിലും നഷ്ടപരിഹാരത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് സർക്കാർ. അതേസമയം
ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ആലോചന വേണമെന്ന അഭിപ്രായമാണ് വിദഗ്ധരിൽ നിന്നും ഉയരുന്നത്. ജോഷിമഠിൽ നിന്നും മോഹൻകുമാറിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.